1.5 വയസ്സുകാരൻ അതിദാരുണമായിട്ടായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. നേരത്തെ രണ്ടാനച്ഛൻ അഷ്കർ കുഞ്ഞിനെ താൻ തന്നെയാണ് ഉപദ്രവിച്ചത് എന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്ന നിലയുണ്ടായിരുന്നു. 51 മുറിവുകളാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. ഇതുമാത്രമല്ല, പഴയ മുറിവുകളും എല്ലിനടക്കം ചതവും പൊട്ടലുകളും ഉണ്ട് എന്നുള്ളതാണ്. അത്രയധികം ക്രൂരമായ കൃത്യമായിരുന്നു ഈ രണ്ടാം പിതാവും അതിന് കൂട്ടുനിൽക്കുന്ന പ്രവൃത്തിയായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മ അഖിലയും ചെയ്തിരുന്നത്. നേരത്തെ ആദ്യമൊന്നും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഒന്നും മിണ്ടാതിരുന്ന അഷ്കർ ഇന്ന് കുറ്റം സമ്മതിക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ ഭാഗമായ നിലവിൽ നെടുമങ്ങാട്ടെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പ്രതി അഷ്കറുമായുള്ള തെളിവെടുപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സനീറ്റ ചേരുന്നു. സനീറ്റ, തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ എന്താണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ രണ്ടാനച്ഛൻ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നടന്ന ഈ തെളിവെടുപ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടന്ന ചോദ്യം ചെയ്യലിലൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹം കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് വളരെ വിശാലമായി അല്ലെങ്കിൽ വിശദമായി ഇന്ന് ചോദ്യം ചെയ്ത് ഇത്തരത്തിൽ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ നെടുമങ്ങാടുള്ള വീട്ടിലേക്കാണ് ഇത്തരത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയൊരു ജനരോക്ഷം തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ 51 പാടുകളായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കണ്ടിരുന്നു. പാടുകളായിരുന്നു കുഞ്ഞിന്റെ ശരീരഭാഗത്ത് പലയിടത്തുമായി. അതിൽ ഈ പൊള്ളലേറ്റ പാടുകളുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞിന്റെ ഇടത് കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ക്രൂരമായ മർദ്ദനമാണ് കുഞ്ഞ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ വലിപ്പം നമുക്കറിയാം. ആ കുഞ്ഞി ശരീരത്തിലാണ് 51 മുറിവുകൾ ഉണ്ടായിരുന്നത്. അത്ര ക്രൂരമായാണ് ആ കുഞ്ഞിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് മുത്തച്ഛൻ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ മുത്തച്ഛനും ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ കുടുംബത്തിന് യാതൊരു തരത്തിലും ഈ കുഞ്ഞിനെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പലതവണ കുഞ്ഞിനെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട ഇവർ ആവശ്യം അറിയിച്ചിരുന്നു. ആ സാഹചര്യത്തിലൊന്നും തന്നെ ഈ കുഞ്ഞിനെ കാണുവാനോ മിണ്ടുവാനോ ഇവർ സമ്മതിച്ചിരുന്നില്ല. അത്തരത്തിൽ വളരെ ഒരു മൃഗീയമായിട്ടാണ് ഈ കുഞ്ഞിനെ അവർ നോക്കിക്കണ്ടത്. എന്തായാലും അമ്മയെയും ഈ രണ്ടാനച്ഛനെയും ഇന്നലെ തന്നെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടെയാണ് കുഞ്ഞിന്റെ ശരീരം സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ വേദനാജനകമായ കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ജനങ്ങളൊക്കെ വലിയ തരത്തിലുള്ള ഒരു രോക്ഷം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നു. ജനങ്ങളെല്ലാം തന്നെ ഈ വീട്ടിന് ചുറ്റുമായി വളഞ്ഞിരിക്കുകയാണ്. ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് ഇത്തരത്തിൽ ഈ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്ര കണ്ട് ജനങ്ങൾ വലിയ രോക്ഷത്തിലാണ്. നേരത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്ത് ഇറങ്ങട്ടെ എന്നുള്ള വാക്കുകളാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേട്ടത്. എന്തായാലും നമുക്കറിയാം, ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് അനുസരിച്ച് 51 പാടുകളാണ്, 51 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ അമ്മ ഇത്തരത്തിൽ നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കായി മറ്റൊരിടത്തേക്ക് പോകുന്നു. അച്ഛൻ കുഞ്ഞിന് ആഹാരം നൽകുന്നു. ഇത് തൊണ്ടയിലേക്ക് കുടുങ്ങി കുട്ടി ഛർദ്ദിക്കുകയാണ്. കുഞ്ഞിന് വയ്യാതാകുന്നു എന്ന നിലയിലേക്ക് പോയി ഇത്തരത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മരണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ആന്തരിക പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ശേഷം പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്കറിനെ എന്തായാലും വലിയ ഞെട്ടലോട് തന്നെയാണ് ഈ വാർത്ത ജനങ്ങളെല്ലാവരും കേട്ടത്. കാരണം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അതിനെ അത്രയധികം ക്രൂരമായി മർദ്ദിച്ചു കൊന്ന ആൾ അഷ്കർ, ആ കുട്ടിയുടെ രണ്ടാം പിതാവ്, അയാളുമായാണ് നിലവിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ആ കുഞ്ഞിനെ താൻ തന്നെയാണ് മർദ്ദിച്ചത് എന്ന് അയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയുണ്ടായി. നേരത്തെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ചോറ് കുടുങ്ങി ഛർദ്ദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞു മരിച്ചത് എന്നായിരുന്നു ആശുപത്രിയിലൊക്കെ അറിയിച്ചിരുന്നത്. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ഈ കുഞ്ഞിനെ അയാൾ
പലകുറി മർദ്ദിച്ചിരുന്നതായി മറ്റുള്ളവരുടെ മൊഴിയുടെ അടക്കം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലാണ് നിലവിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്.